നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജ്യം 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ പ്രഭയിൽ രാജ്യതലസ്ഥാനത്തും സംസ്ഥാന തലസ്ഥാനങ്ങളിലും ദേശീയ പതാകകൾ ഉയർത്തി. വിവിധയിടങ്ങളിൽ പരേഡുകളും നടന്നു. സർക്കാർ സ്ഥാപനങ്ങളിലും കൂട്ടായ്മകളുടെ നേതൃത്വത്തിലും നടന്ന ദിനാഘോഷം പ്രൗഢം. വേലൂരിൽ അടച്ചിട്ടിരുന്ന വീട് കുത്തി തുറന്ന് 22 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിലെ പ്രതിയെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് മുംബൈയിൽ താമസിക്കുന്ന വേലൂർ സ്വദേശി പണിക്ക വീട്ടിൽ നാരായണൻ. പെരുമ്പിലാവിൽ അപകടങ്ങൾ, 2 മരണം. റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ജീപ്പിടിച്ച് അരിമ്പൂർ സ്വദേശി കാട്ടിപ്പറമ്പിൽ വീട്ടിൽ 72 വയസ്സുള്ള മുകുന്ദനും, കൊരട്ടിക്കരയിൽ സ്കൂട്ടർ ഡിവൈഡറിലിടിച്ച് തൃപ്പങ്കോട് സ്വദേശി വിശ്വനാഥനുമാണ് മരിച്ചത്. കുനുമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷം ഭക്തി നിർഭരം. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബാസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ബുധൻ, വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായിട്ടാണ് ആഘോഷിക്കുന്നത്. സമൂഹത്തിലെ അസമത്വങ്ങൾക്കും ചൂഷണങ്ങൾക്കുമെതിരെ ശക്തമായി പ്രതികരിക്കുന്നവരായി പുതുതലമുറ മാറണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായി പുന്നൂർ പഞ്ചായത്തിൽ നടത്തി വന്നിരുന്ന തീരദേശ മേഖലാ ക്യാമ്പ് സമാപിച്ചു. വാർത്തകൾ വിശദമായി. രാജ്യം 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ പ്രഭയിൽ. 1947 ആഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യം നേടിയ രാജ്യം 50 ജനുവരി 26-നാണ് പരമാധികാര റിപ്പബ്ലിക്കായി മാറിയത്. രാജ്യതലസ്ഥാനത്തും സംസ്ഥാന തലസ്ഥാനങ്ങളിലും ദേശീയ പതാക ഉയർത്തലും പരേഡുകളുമുണ്ടായി. സംസ്ഥാനത്ത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പതാക ഉയർത്തി. രാവിലെ 9 മണിക്ക് വേദിയിലെത്തിയ ഗവർണറും മുഖ്യമന്ത്രിയും ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ ജില്ലകളിൽ റിപ്പബ്ലിക് ദിന പരിപാടികൾ നടന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസുകൾ, അംഗൻവാടികൾ, ക്ലബ്ബുകൾ തുടങ്ങിയ വിവിധങ്ങളിൽ ദേശീയ പതാക ഉയർത്തിയും മധുരം പങ്കുവച്ചുമാണ് രാജ്യം സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആയതിന്റെ ആഘോഷം സംഘടിപ്പിച്ചത്. തേക്കിൻകാട് മൈതാനത്ത് മന്ത്രി കെ രാധാകൃഷ്ണൻ പതാക ഉയർത്തി. വിവിധങ്ങളിലായി നടന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ വിശദാംശങ്ങൾ ഈ ബുള്ളറ്റിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക്. വേലൂരിൽ അടച്ചിട്ടിരുന്ന വീട് കുത്തി തുറന്ന് 22 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിലെ പ്രതിയെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. മുംബൈയിൽ താമസിക്കുന്ന വേലൂർ സ്വദേശി പണിക്ക വീട്ടിൽ നാരായണനാണ് പോലീസ് പിടിയിലായത്. 2023 ഒക്ടോബർ 27-നാണ് വേലൂർ കുലയരാട്ടിൽ മുകുന്ദന്റെ വീട്ടിൽ മോഷണം നടന്നത്. വീട്ടുകാർ സ്ഥലത്തില്ലാത്ത തക്കം നോക്കിയാണ് വീടിന്റെ വാതിലിന്റെ ലോക്ക് കുത്തി തുറന്ന് പ്രതി അകത്തു കയറി കട്ടിലിന്റെ അറയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. ഇതിനുശേഷം ഇയാൾ മുംബൈയിലേക്ക് കടന്നുകളഞ്ഞു. തിരിച്ചെത്തിയ വീട്ടുകാർ ഈ മാസം 9-നാണ് പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും നാട്ടിൽ വന്നുപോയവരെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തപ്പോഴാണ് നാരായണനെക്കുറിച്ച് സൂചന ലഭിച്ചത്. 30 വർഷമായി മുംബൈയിലെ വസായ് റോഡിൽ താമസിക്കുന്ന നാരായണൻ കൃത്യം നടന്ന ദിവസം വേലൂരിൽ ഉണ്ടായിരുന്നതായും സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ സ്വർണ്ണാഭരണം പണയം വെച്ച് മുംബൈയിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തതായും കണ്ടെത്തി. തുടർന്ന് SI കെ അനുദാസിന്റെ നിർദ്ദേശപ്രകാരം ASI AV സജീവ്, SCPO KT അനിൽ എന്നിവർ മുംബൈയിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ദിവസങ്ങളോളം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കണ്ടെത്തി പിടികൂടാൻ കഴിഞ്ഞത്. CCTV ന്യൂസ്, എരുമപ്പെട്ടി. പെരുമ്പിലാവിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ജീപ്പിടിച്ച യാത്രക്കാരന് ദാരുണാന്ത്യം. തൃശൂർ അരിമ്പൂർ സ്വദേശി കാട്ടിപ്പറമ്പിൽ വീട്ടിൽ 72 വയസ്സുള്ള മുകുന്ദനാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രി 9 മണിയോടുകൂടിയായിരുന്നു അപകടം. തൃശൂരിൽ നിന്ന് പറശ്ശിനിക്കടവിലേക്ക് പോവുകയായിരുന്ന ട്രാവലർ പെരുമ്പിലാവ് KR ഹോട്ടലിന് സമീപം നിർത്തി ഭക്ഷണം കഴിക്കാൻ വാഹനത്തിലുണ്ടായിരുന്ന യാത്രക്കാർ ഇറങ്ങി റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ കോഴിക്കോട് ഭാഗത്തു നിന്നും വരികയായിരുന്ന ജീപ്പ് മുകുന്ദനെ ഇടിക്കുകയായിരുന്നു. റോഡിൽ തെറിച്ചു വീണ ഇയാളെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ സ്കൂട്ടർ ഡിവൈഡറിലിടിച്ച് യുവാവ് മരിച്ചു. മലപ്പുറം തൃപ്പങ്ങോട് സ്വദേശി വടക്കേ പറമ്പിൽ വീട്ടിൽ മാരിയപ്പന്റെ മകൻ 40 വയസ്സുള്ള വിശ്വനാഥനാണ് മരിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് അപകടം. റോഡിൽ കിടക്കുകയായിരുന്ന യുവാവിനെ നാട്ടുകാർ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് കുന്നംകുളം മലങ്കര ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ യുവാവ് മരിച്ചു. കുന്നംകുളം ഭാഗത്തുനിന്ന് എടപ്പാൾ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടർ കൊരട്ടിക്കരയിൽ നിർമ്മാണ പ്രവർത്തികളുടെ ഭാഗമായി സ്ഥാപിച്ച ഡിവൈഡറിൽ ഇടിച്ചാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തെ തുടർന്ന് സ്കൂട്ടറിനും കേടുപാടുകൾ സംഭവിച്ചു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. സമൂഹത്തിലെ അസമത്വങ്ങൾക്കും ചൂഷണങ്ങൾക്കുമെതിരെ ശക്തമായി പ്രതികരിക്കുന്നവരായി പുതുതലമുറ മാറണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു. കേരള വനിതാ കമ്മീഷൻ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായി പുന്നൂർ പഞ്ചായത്തിൽ നടത്തി വന്നിരുന്ന തീരദേശ മേഖലാ ക്യാമ്പ് സമാപിച്ചു.
പ്രതികരണശേഷിയുള്ള പുതുതലമുറയിലൂടെ സ്ത്രീകൾക്ക് നിയമം അനുശാസിക്കുന്ന പരിരക്ഷ ലഭ്യമാക്കാൻ സാധിക്കും. അതിന് നിയമബോധവൽക്കരണങ്ങൾ അനിവാര്യമാണ്. ആത്മവിശ്വാസത്തോടെ മുന്നേറാനുള്ള ചിന്ത ഓരോ സ്ത്രീയിലും വളർത്തിയെടുക്കണം. ഭരണഘടന അനുശാസിക്കുന്ന ലിംഗനീതി കൈവരിക്കാൻ ലിംഗഭേദമന്യേ വിപുലമായ ക്യാമ്പയിൻ നടത്തണം എന്നും സതീദേവി പറഞ്ഞു. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും സമൂഹത്തിന്റെ പൊതുബോധന നിർമ്മിതിയിൽ ഒരു സ്ത്രീപക്ഷ കാഴ്ചപ്പാട് വളർത്തിയെടുക്കുന്നതിനും പൊതുസമൂഹത്തെ ആകെ സജ്ജമാക്കേണ്ടതുണ്ടെന്നും ഭരണഘടന അനുശാസിക്കുന്ന ലിംഗനീതിയിൽ അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കുകയാണ് വനിതാ കമ്മീഷന്റെ ലക്ഷ്യമെന്നും അധ്യക്ഷ പറഞ്ഞു. വനിതാ കമ്മീഷൻ അംഗം BR മഹിളാമണി അധ്യക്ഷയായി. വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ, തൃശൂർ ലോ കോളേജ് അധ്യാപിക ഡോക്ടർ സോണിയ, പഞ്ചായത്ത് സെക്രട്ടറി ഷീജ, CDS ചെയർപേഴ്സൺ അനിത സുരേഷ്, റിസർച്ച് ഓഫീസർ AR അർച്ചന, ജനപ്രതിനിധികൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഫിഷറീസ് വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതികൾ എന്ന വിഷയത്തിൽ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ജോയിനി ജേക്കബും ഗാർഹികാതിക്രമവും നിയമപരിരക്ഷയും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താനും ക്ലാസുകൾ നയിച്ചു. കമ്മീഷന്റെ നേതൃത്വത്തിൽ ഗൃഹസന്ദർശനം, ഏകോപന യോഗം, സെമിനാർ എന്നിവയാണ് 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ചത്. CCTV ന്യൂസ്, പുന്നയൂർക്കുളം. വേലൂരിൽ ഭിന്നശേഷിക്കാരനായ യുവാവിനെ തെരുവുനായ ആക്രമിച്ചു. പഞ്ചായത്തിലെ 12ാം വാർഡിൽ ചോളപ്പറമ്പിൽ ബാബുരാജ് ഉഷ ദമ്പതികളുടെ മകൻ കിരൺ കുമാറിനാണ് തെരുവുനായയുടെ കടിയേറ്റത്. ഇദ്ദേഹത്തെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മേഖലയിൽ തെരുവുനായ ശല്യം അതിരൂക്ഷമാണ്. നിരവധി കോഴികളെയും വളർത്തുമൃഗങ്ങളെയും തെരുവുനായ്ക്കൾ ആക്രമിക്കുന്നുണ്ടെന്നും ഇതിന് പരിഹാരം വരുത്തണമെന്നും വാർഡ് മെമ്പർ CD സൈമൺ ആവശ്യപ്പെട്ടു. കുരുമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷം ഭക്തി നിർഭരം. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും വിശുദ്ധ സെബാസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ബുധൻ, വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായിട്ടാണ് ആഘോഷിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ 6:30 നവവൈദികൻ ഫാദർ ജിജോ എടക്കളത്തൂർ കാർമ്മികനായി ദിവ്യബലി നടന്നു. തുടർന്ന് വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിപ്പ്, കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പ്, വള എന്നിവ ആശീർവദിച്ച് നൽകലുമുണ്ടായി. രാത്രി 11:30 വിവിധ കുടുംബ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ്, വള എഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിച്ചു. 11:35 251 കലാകാരന്മാർ അണിനിരക്കുന്ന സംയുക്ത ബാൻഡ് വാദ്യം അരങ്ങേറി. തിരുനാൾ ദിവസമായ വെള്ളിയാഴ്ച രാവിലെ 7 ഡീപോൾ ആശ്രമം സുപ്പീരിയർ ഫാദർ വർഗീസ് തിരുത്തിച്ചിറയുടെ കാർമ്മികത്വത്തിൽ ദിവ്യബലിയും 10 മണിക്ക് നവവൈദികൻ ഫാദർ പ്രജോവ് വടക്കേത്തലയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടന്നു. ഫാദർ ലിജോ ബ്രഹ്മകുളം തിരുനാൾ സന്ദേശം നൽകി. ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് കുറുമാൽ സാന്റാമരിയ ആശ്രമം സുപ്പീരിയർ ഫാദർ ഡേവിസ് പേരാമംഗലത്തിന്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലിയും തുടർന്ന് ഭക്തി നിർഭരമായ തിരുനാൾ പ്രദക്ഷിണവുമുണ്ടായി. വൈകിട്ട് 7 ഫാൻസി വെടിക്കെട്ടും 7:30 സ്റ്റേജ് ഷോയും അരങ്ങേറി. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ജോർജ് ചെറുവത്തൂർ, കൈക്കാരന്മാരായ PC ലോന, PD ജോസ്, TR റിനീഷ്, AL ജെയിംസ്, ജനറൽ കൺവീനർ ഡേവിഡ് മുട്ടത്ത്, ജോയിന്റ് കൺവീനർ KB ജോയ് എന്നിവർ നേതൃത്വം നൽകും. ശനിയാഴ്ച മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രത്യേക ദിവ്യബലിയോടെ തിരുനാൾ ആഘോഷത്തിന് സമാപനമാകും. CCTV ന്യൂസ്, കേച്ചേരി. ഗുരുവായൂരിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന് നേർക്ക് ആക്രമണം. പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ KS നിയാസിനാണ് പരിക്കേറ്റത്. വടക്കേ ഔട്ടർ റിംഗ് റോഡിൽ ഗാലക്സി ഇൻ എന്ന സ്ഥാപനത്തിൽ നിന്നുള്ളവരാണ് ആക്രമിച്ചതെന്ന് നിയാസ് പറഞ്ഞു. വ്യാഴാഴ്ച രാത്രി 11:30 സംഭവം. നിയാസും ശുചീകരണ തൊഴിലാളി KR പ്രജീഷും നൈറ്റ് പട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് ഈ സ്ഥാപനത്തിലുള്ളവരുമായി തർക്കമുണ്ടായത്. ലോഡ്ജിന് മുന്നിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മോട്ടോർ ഉപയോഗിച്ച് കാനയിലേക്ക് ശുചിമുറി മാലിന്യം ഒഴുക്കുകയായിരുന്നുവെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞു. ഇത് ചോദ്യം ചെയ്തതോടെ പിടിച്ചു തള്ളി. കഴുത്തിനും കാലിനുമാണ് പരിക്കേറ്റത്. നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി. സെക്രട്ടറി H അഭിലാഷ് കുമാർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകി. എന്നാൽ കാനയിൽ നിന്നുള്ള ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് കിണറിൽ നിന്ന് മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്യുകയായിരുന്നുവെന്ന് സ്ഥാപന ഉടമ അറിയിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ചാവക്കാട് നഗരസഭയിൽ കുട്ടികളുടെ പാർലമെന്റ് സംഘടിപ്പിച്ചു. കോൺഫറൻസ് ഹാളിൽ നടന്ന കുട്ടികളുടെ പാർലമെന്റ് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദേവെ അധ്യക്ഷയായി. വരദലക്ഷ്മി, തദ്ദേശ സമേതം സംഘാടക സമിതി കൺവീനർ കുഞ്ചേരി GMLP സ്കൂൾ പ്രധാന അധ്യാപിക ബേബി KB, അധ്യാപക കോർഡിനേറ്റർ KT അസ്മാബി എന്നിവർ നേതൃത്വം നൽകി. കുട്ടികൾ തങ്ങളുടെ അവകാശങ്ങൾ, കടമകൾ, പ്രശ്നങ്ങൾ എന്നിവ പാർലമെന്റിൽ അവതരിപ്പിച്ചു. കുട്ടികളുടെ 7-അംഗ പാർലമെന്റ് സമിതിക്കും രൂപം നൽകി. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് കുട്ടികളുടെ വിവിധ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. ഗുരുവായൂർ നഗര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തൃശൂർ ക്യാമ്പ് നടത്തി. ഗൈനക്കോളജി, ജനറൽ സർജറി, പൾമനോളജി, ENT, ഡെന്റൽ എന്നീ വിഭാഗങ്ങളിൽ നിന്നായി 10ഓളം ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകി. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ KP റഷീദ് അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അൽഫത്ത് കുർക്കോളി, പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, കൗൺസിലർമാരായ സിന്ധു ഉണ്ണി,
ബിന്ദു പുരുഷോത്തമൻ, നഗര കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് MR ശ്രീവിദ്യ, ജില്ലാ പൊതുജനാരോഗ്യ വിഭാഗം ടെക്നിക്കൽ ഓഫീസർ PK രാജു, പൂക്കോട് ഹെൽത്ത് ഇൻസ്പെക്ടർ സോണി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം നഗരസഭയിൽ 6 ഇടങ്ങളിൽ മിനിമാസ്റ്റ് ലൈറ്റുകൾ മിഴി തുറന്നു. ആലത്തൂർ MP രമ്യ ഹരിദാസിന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നഗരസഭയിലെ 6 കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ച മിനിമാസ്റ്റ് ലൈറ്റുകൾ രമ്യ ഹരിദാസ് MP ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. നഗരസഭയിലെ ടൗൺ വാർഡ്, മലങ്കര, നെഹ്റു നഗർ, ശാന്തിനഗർ തുടങ്ങി വിവിധ വാർഡുകളിൽ വിവിധ ഭാഗങ്ങളിലാണ് മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. 2 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ചെലവഴിച്ചത്. നഗരസഭാ കൗൺസിലർമാരായ ഷാജി അലിക്കൽ, ബിജു C ബേബി, മിഷ സെബാസ്റ്റ്യൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജു തുടങ്ങിയവർ സംബന്ധിച്ചു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ OSA സൗണ്ട് സിസ്റ്റം സമ്മാനിച്ചു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ OSA ഭാരവാഹികളായ നിർമ്മൽ രാജ് തമ്പി, TM ദിവ്യ, TG ഷീബ എന്നിവരുടെ നേതൃത്വത്തിൽ അംഗങ്ങൾ 50,000 രൂപ വില വരുന്ന സിസ്റ്റം സ്കൂൾ അധികൃതർക്ക് കൈമാറി. കുന്നംകുളം നഗരസഭാ കൗൺസിലർ ലബീബ് ഹസൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. MPTA പ്രസിഡന്റ് PG ജയപ്രകാശ് അധ്യക്ഷനായി. SMC ചെയർമാൻ റഷീദ് എരുമപ്പെട്ടി, മുൻ PTA പ്രസിഡന്റ് V മനോജ് കുമാർ, OSA വൈസ് പ്രസിഡന്റ് നിർമ്മൽ രാജ് തമ്പി, പ്രിൻസിപ്പൽ VB ശ്യാം, ഹെഡ് മിസ്ട്രസ് ബീന ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. നമ്പഴിക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിലെ തിരുനാൾ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെ തിരുനാൾ വ്യാഴം, വെള്ളി ദിവസങ്ങളിലായിട്ടാണ് ആഘോഷിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് പാലക്കാട് രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജിജോ ചാലക്കൽ കാർമ്മികനായി ലതീഞ്ഞ നൊവേന, ദിവ്യബലി എന്നിവയും തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങളുടെ എഴുന്നള്ളിപ്പും ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും നടന്നു. തുടർന്ന് പൊതുസമ്മേളനവുമുണ്ടായി. തിരുനാൾ ദിനമായ വെള്ളിയാഴ്ച രാവിലെ 7-ന് വികാരി ഫാദർ ഷാജു ഊക്കൻ കാർമ്മികനായി ദിവ്യബലിയും 10 മണിക്ക് എറവ് ഇടവക സഹവികാരി ഫാദർ ഡെബിൻ ഒലക്കെങ്കിൽ മുഖ്യ കാർമ്മികനായി ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടന്നു. കോട്ടപ്പടി ഇടവക സഹവികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂട്ട് തിരുനാൾ സന്ദേശം നൽകി. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിലെ സഹവികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി സഹകാർമ്മികനായി. തുടർന്ന് വാദ്യമേളങ്ങളുടെയും വർണ്ണക്കുടകളുടെയും അകമ്പടിയോടെ വിശുദ്ധന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് ഇടവക വിശ്വാസികൾ അണിനിരന്ന ഭക്തിനിർഭരമായ പ്രദക്ഷിണം നടന്നു. ഉച്ചയ്ക്ക് 2-ന് കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പുകൾ ആരംഭിച്ച് രാത്രി 9:45-ന് ദേവാലയത്തിലെത്തി സമാപിക്കും. തുടർന്ന് വർണ്ണമഴയും ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും മ്യൂസിക്കൽ നൈറ്റും അരങ്ങേറും. ജനുവരി 17-ന് തിരുനാളിന് കൊടിയേറിയത് മുതൽ തിരുനാൾ വരെ ദിവസവും വൈകിട്ട് നവനാൾ തിരുകർമ്മങ്ങളുടെ ഭാഗമായി ലതീഞ്ഞ്, നൊവേന, ദിവ്യബലി എന്നിവ നടന്നിരുന്നു. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ഷാജു ഊക്കൻ, സഹവികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി, PP വർഗീസ്, KA സാബു, ജനറൽ കൺവീനർ CP മെൽവിൻ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് കേച്ചേരി. കാനയില്ലാതെ പൊറുതിമുട്ടി വേലൂരിലെ കുറുമാൾ നിവാസികൾ. വേലൂർ പഞ്ചായത്തിലെ 10-ാം വാർഡിലെ ചീരോത്തുപടി സെന്ററിലെ നിവാസികളാണ് കാനയില്ലാതെ ബുദ്ധിമുട്ടുന്നത്. നിലവിൽ ഇവിടെ പ്രവർത്തിക്കുന്ന ഫാമിന്റെ പ്രവർത്തനം മൂലമാണ് കാന മണ്ണിട്ട് തൂർത്തതെന്നും വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടതെന്നും നാട്ടുകാർ പറഞ്ഞു. കാനയുടെ അപര്യാപ്തത മൂലം കുന്നിൻ മുകളിൽ നിന്ന് വെള്ളം പ്രദേശത്തെ വീടുകളിലേക്ക് പ്രവഹിച്ച് ഗൃഹോപകരണങ്ങൾ നശിക്കുന്നത് പതിവാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകുവാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. എന്നിട്ടും നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരത്തിനിറങ്ങുമെന്നും ഇവർ പറഞ്ഞു. ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയുണ്ട്. ഇയാൾ ഡയറി കാശുണ്ട്, ഇയാൾക്ക് പിടിപാടുണ്ട്, പോലീസൊക്കെ ഇയാളുടെ കയ്യിലാണെന്നാണ് പറയുന്നത്. പോലീസും പട്ടാളവും ഒക്കെ ഇയാളുടെ കയ്യിലാണ് എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് കോടതിയിൽ പോകാൻ പറ്റില്ല. കോടതിയിലാണെങ്കിൽ ഇയാളുടെ ഭാര്യ ഹൈക്കോർട്ട് ഇതാണെന്നാണ് പറയുന്നത്, ഹൈക്കോർട്ട് വക്കീലാണ്. അതുകൊണ്ട് കോടതി പോയാലും നമുക്ക് നീതിയൊന്നുമില്ല. അപ്പം ഇതാണ് അവരുടെ രീതി. അയാളുടെ രീതി ഇതാണ്. എല്ലായിടത്തും ഭീഷണിയാണ്. അങ്ങപ്പുറത്ത് ഒരു വഴിയുണ്ട്, അതും ഭീഷണിപ്പെടുത്തിയിട്ട് തന്നെയാണ് അയാൾ ഉണ്ടാക്കിച്ചത്. ഇതിപ്പം വേറെ ഇതൊന്നും ഇല്ല. ഈ 3 ചാലിൽ നിന്ന് വരുന്ന വെള്ളം ഈ റോഡിൽ കൂടെ തന്നെ പോകണം. ആ താഴെ റോഡൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ താഴത്തെ വീട്ടുകാരനാണ് JCB വിളിച്ചിട്ട് ആ ചാലും മണ്ണ് കയറി കിടന്നൊക്കെ മാറ്റി കിടന്നത്. ചെമ്മന്നൂർ GMLP സ്കൂളിൽ നിർമ്മിക്കുന്ന പാചകപ്പുരയുടെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സംസ്ഥാന വിഹിതമായി ലഭിച്ച 6 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സ്കൂളിൽ പാചകപ്പുര നിർമ്മിക്കുന്നത്. വെള്ളിയാഴ്ച റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി പതാക ഉയർത്തിയ ശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷെഹീർ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ അധ്യക്ഷനായി. PTA പ്രസിഡന്റ് ജയന്തി, OSA പ്രസിഡന്റ് മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക ബിന്ദു ടീച്ചർ സ്വാഗതവും അനന്തഘോഷ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ചൂണ്ടൽ മേലേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്തിനിർഭരമായി ആഘോഷിച്ചു.
രാവിലെ 5:30 നട തുറക്കലിന് ശേഷം നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, അഭിഷേകം, മലർനിവേദ്യം, വെള്ളനിവേദ്യം, ഉഷപൂജ, പൂമൂടൽ, ഭഗവതിപ്പാട്ട് എന്നീ ചടങ്ങുകൾ നടന്നു. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി മേക്കാട്ടുമന ശങ്കരൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് 12:30 ആലത്തിയൂർ മനയിൽ നിന്നും പഞ്ചാരി മേളത്തിന്റെ അകമ്പടിയോടെ ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. ഉച്ചതിരിഞ്ഞ് 4 മണി മുതൽ പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പൂരം എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിച്ചു. തുടർന്ന് 6 മണിക്ക് കലാനിലയം പ്രവീൺ, മനോജ് കല്ലഴി എന്നിവരുടെ മേള പ്രമാണിത്വത്തിൽ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. 6:40 മുതൽ പരമ്പരാഗത ക്ഷേത്രകലകളായ പറയൻ വേല, കാള, കുതിര തുടങ്ങിയ വേലകളുടെ വരവും തുടർന്ന് നടക്കൽ പറയും 7 മണി മുതൽ തെയ്യങ്ങളുടെ വരവുമുണ്ടായി. തായമ്പകയ്ക്ക് ശേഷം രാത്രി 9:30 കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയെ തുടർന്ന് നട അടയ്ക്കും. രാത്രി 11:30 പാനക്കുടം എഴുന്നള്ളിപ്പും 12 മണിക്ക് ദേവിയുടെ തിടമ്പ് ആലത്തിയൂർ മനയിലേക്ക് എഴുന്നള്ളിപ്പും നടക്കും. ആലത്തിയൂർ മനയിൽ പറയെടുപ്പിനും പൂജയ്ക്കും ശേഷം പുലർച്ചെ 3 മണിക്ക് തിരിച്ചെഴുന്നള്ളും. പുലർച്ചെ 5 മണിക്ക് വടക്കേ ആൽമരച്ചോട്ടിൽ ഗുരുതി പൂജ നടക്കും. രാവിലെ 6 മുതൽ 7 മണി വരെ കൂട്ടിയെഴുന്നള്ളിപ്പോടെ താലപ്പൊലി മഹോത്സവത്തിന് സമാപനമാകും. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ CK ദാസൻ, CD പരമേശ്വരൻ, മനോജ് എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, കേച്ചേരി. മഹിളാ കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഗുരുവായൂർ അർബൻ ബാങ്ക് ഹാളിൽ നടന്ന ശില്പശാലയിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T നിർമ്മല, സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രേണുക ശങ്കർ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, ചാവക്കാട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് KV സത്താർ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം ബീന രവിശങ്കർ, ബേബി ഫ്രാൻസിസ്, മിസ്രിയ മുസ്താഖ് അലി, ഹിമ മനോജ്, ഷാലിമ സുബൈർ തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടകാമ്പാൽ പഞ്ചായത്തിന്റെ 2024-2025 സാമ്പത്തിക വർഷത്തെ വികസന സെമിനാറിന്റെ ഉദ്ഘാടനവും കരട് പദ്ധതി രേഖയുടെ പ്രകാശനവും നടന്നു. ചിറക്കൽ സംഗമം പാലസ് ഓഡിറ്റോറിയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മയുടെ അധ്യക്ഷതയിൽ നടന്ന സെമിനാറിന്റെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് നിർവഹിച്ചു. കരട് പദ്ധതി രേഖയുടെ പ്രകാശനം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുഗതൻ നിർവഹിച്ചു. ചടങ്ങിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NK ഹരിദാസൻ, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മിൻഡോ റെനി, വൈസ് പ്രസിഡന്റ് PA യദുകൃഷ്ണൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ജയമോൾ, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. കാടകാമ്പാൽ ചിറയൻകാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തൈപ്പൂയം ആഘോഷിച്ചു. വ്യാഴാഴ്ച രാത്രി ഗാനമേള ഉണ്ടായി. ക്ഷേത്രത്തിൽ രാവിലെ പൂജകൾ നടന്നു. ഉച്ചയോടെ വിവിധ ദേശക്കാരുടെ എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ചു. കാളിയും കാളക്കളിയും നാടൻ കലാരൂപങ്ങളും പ്രാചീന കലാരൂപങ്ങളും വൈകിട്ട് ക്ഷേത്രത്തിലെത്തി സമാപിച്ചു. വൈകിട്ട് പൂജകളും ഉണ്ടായിരുന്നു. കുന്നംകുളം സർക്കാർ ബദിര വിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രവണ സംസാര പ്രയാസം നേരിടുന്നവർക്കുള്ള സൗജന്യ മെഡിക്കൽ ക്യാമ്പ് പുന്നയൂർകുളം പഞ്ചായത്ത് ഹാളിൽ നടന്നു. വെള്ളിയാഴ്ച രാവിലെ പഞ്ചായത്ത് ഹാളിൽ നടത്തിയ ക്യാമ്പ് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം കെന്റ് ENT ക്ലിനിക്കിലെ ഡോക്ടർമാരായ ഹരി, നസീർ, ഓഡിയോളജിസ്റ്റ് ജിഷ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ അധ്യക്ഷനായി. സ്കൂൾ അസിസ്റ്റന്റ് ടീച്ചർമാരായ M യേശുദാസൻ, റീജ, RN ജോൺ എന്നിവർ സംസാരിച്ചു. ബദിര വിദ്യാലയം പ്രധാന അധ്യാപിക ഗേളി ജോർജ് സ്വാഗതവും അധ്യാപകൻ മുജീബ് റഹ്മാൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് കുന്നംകുളം സർക്കാർ ബദിര വിദ്യാലയം കുട്ടികൾ അവതരിപ്പിച്ച മൈം ഷോയും അരങ്ങേറി. വേലൂർ മണിമലർക്കാവ് കുംഭഭരണി മഹോത്സവത്തിന്റെ ഭാഗമായി ബ്രോഷർ പ്രകാശനം നടന്നു. 2024 ഫെബ്രുവരി 13, 14, 15, 16 തീയതികളിലായിട്ടാണ് കുംഭഭരണി മഹോത്സവം ആഘോഷിക്കുന്നത്. ക്ഷേത്രം മേൽശാന്തി പൂജിച്ചു നൽകിയ ബ്രോഷർ ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട് ക്ഷേത്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അമ്പക്കാട്ടിന് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ, ജനറൽ കൺവീനർ മനോജ് പെരുവഴിക്കാട്, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പോർക്കുളം പഞ്ചായത്തിലെ 11ാം വാർഡിൽ തൊഴിൽ പദ്ധതി പ്രകാരം കോൺക്രീറ്റ് ചെയ്ത മടത്തിൽ ഇടവഴി റോഡ് ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി അധ്യക്ഷയായി. തൊഴിൽ പദ്ധതി പ്രകാരം 4,99,617 രൂപ വിനിയോഗിച്ചാണ് കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചത്. വാർഡ് മെമ്പർ സുധന്യ സുനിൽകുമാർ സ്വാഗതവും CDS വൈസ് ചെയർപേഴ്സൺ ലതാ സുധാകരൻ നന്ദിയും പറഞ്ഞു. കരിയന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം വർണ്ണാഭമായി. പുലർച്ചെ 5-ന് പള്ളിയുണർത്തലിന് ശേഷം നിർമ്മാല്യ ദർശനം, അഭിഷേകം, മലർനിവേദ്യം, മഹാഗണപതി ഹവനം, ഉഷപൂജ എന്നിവ നടന്നു.
രാവിലെ 7 മണി മുതൽ കാവടി അഭിഷേകവും 9 മണിക്ക് നവകം പഞ്ചഗവ്യം തുടങ്ങിയ ചടങ്ങുകളുമുണ്ടായി. ഉച്ചയ്ക്ക് 12-ന് നവകലശാഭിഷേകം, ദ്രവ്യാഭിഷേകം എന്നിവയും 1 മണിക്ക് ഉച്ചപൂജയും നടന്നു. ക്ഷേത്രം തന്ത്രി ഡോക്ടർ TS വിജയൻ തന്ത്രി, ശാന്തിക്കാരായ സന്തോഷ്, സജിത്ത് എന്നിവർ പൂജാകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ഉച്ചയ്ക്ക് 12:45 മുതൽ ഉച്ചതിരിഞ്ഞ് 5:15 വരെ പ്രാദേശിക കമ്മിറ്റികളുടെ കാവടി വരവും വൈകിട്ട് 7:30 മുതൽ 8:30 വരെ വിവിധ കമ്മിറ്റികളുടെ തെയ്യം വരവും ഉണ്ടായി. വിവിധ പ്രാദേശിക കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പുകൾക്കൊപ്പം വർണ്ണവിസ്മയം തീർത്ത പൂക്കാവടികൾ ക്ഷേത്രാങ്കണത്തിലെത്തിയ ഉത്സവപ്രേമികളെ ആകർഷിച്ചു. 6:15-ന് വിശേഷാൽ ദീപാരാധനയും 6:45-ന് ഗിരിപ്രദക്ഷിണവുമുണ്ടായി. രാത്രി 9-ന് അത്താഴപൂജയോടെ ചടങ്ങുകൾ സമാപിക്കും. ശനിയാഴ്ച രാവിലെ 7-ന് കൊടിയിറക്കൽ ചടങ്ങോടെ തൈപ്പൂയ മഹോത്സവത്തിന് സമാപനമാകും. തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് കഴിഞ്ഞ 19 മുതൽ ക്ഷേത്രത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ MK പുരുഷോത്തമൻ, VB മോഹനൻ, KS സുരേഷ്, KS ബാലകൃഷ്ണൻ, നന്ദൻ പാലിയത്ത് എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, കേച്ചേരി. വേലൂർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ആലത്തൂർ MPയുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച 7 മിനിമാസ്റ്റ് വിളക്കുകളുടെ ഉദ്ഘാടനം നടന്നു. 12-ാം വാർഡ് കാർത്തിയാനി അമ്പല പരിസരം, 14-ാം വാർഡ് ധന്യ ക്ലബ് പരിസരം, വാർഡ് 10 കുറുമാൽ മിച്ചഭൂമി, വാർഡ് 6 പുതുക്കര സെന്റർ, വാർഡ് 5 തയ്യൂർ പള്ളി പരിസരം, വാർഡ് 2 വെള്ളാട്ടഞ്ഞൂർ അയ്യമ്പുഴ പരിസരം, വേലൂർ പള്ളി പരിസരം, അർണോസ് നഗർ എന്നിവിടങ്ങളിലാണ് പുതിയ മിനിമാസ്റ്റ് ലൈറ്റുകൾ രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തത്. കടവൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, വേലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PP യേശുദാസ്, പഞ്ചായത്ത് അംഗങ്ങളായ സ്വപ്ന രാമചന്ദ്രൻ, CD സൈമൺ, അജി ജോഷി, VV ബാലകൃഷ്ണൻ, നിതീഷ് ചന്ദ്രൻ, അനിൽ മാസ്റ്റർ, വിജനി ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. മിഷന്റെ പദ്ധതി എല്ലാ വീടുകളിലേക്ക് എത്തിക്കുന്ന പദ്ധതിയും കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയും ഇതോടൊപ്പം തന്നെ ഇപ്പോൾ പല റോഡുകളും കുത്തിപ്പൊളിച്ച് ഇരിക്കുന്ന കാണുമ്പം ആദ്യം ഒരു വിഷമം തോന്നുമെങ്കിലും പിന്നീട് ഒരു സമാധാനം എന്നുള്ള ഒരു ആശ്വാസം ഉള്ളതുകൊണ്ട് വെള്ളവും വെളിച്ചവുമാണ് നമ്മുടെ പ്രധാനപ്പെട്ടത്. അത് എല്ലാ പ്രദേശങ്ങളിലേക്കും എത്തിക്കുന്നതിന് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് രാജ്യം 75-ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ നിറവിൽ വിവിധങ്ങളിലായി നടന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം നഗരസഭയിൽ റിപ്പബ്ലിക് ദിനാഘോഷം വർണ്ണാഭമായി. നഗരസഭാംഗണത്തിൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പതാക ഉയർത്തി. വൈസ് ചെയർപേഴ്സൺ, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, മുൻ നഗരസഭാ ചെയർമാൻമാർ, മുൻ വൈസ് ചെയർമാൻമാർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ജവഹർ സ്ക്വയർ സ്റ്റേഡിയത്തിൽ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ പതാക ഉയർത്തി. തുടർന്ന് സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച ബഹുജന റാലി നഗരസഭാ ടൗൺ ഹാളിൽ സമാപിച്ചു. നഗരസഭാ പരിധിയിലെ സ്കൂളുകൾ, കോളേജുകൾ, കുടുംബശ്രീ, ആശാവർക്കർമാർ, ഹരിത കർമ്മസേന, NCC, സ്കൌട്ട് ആൻഡ് ഗൈഡ്സ്, SPC കേഡറ്റുകൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ റാലിയിൽ അണിനിരന്നു. തുടർന്ന് പൊതുസമ്മേളനവും ആദരണ ചടങ്ങും നടന്നു. സംസ്ഥാന SC/ST കമ്മീഷൻ അംഗം TK വാസു ഉദ്ഘാടനം ചെയ്തു. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, കൌൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ TK വാസുവിന് നഗരസഭയുടെ ആദരവും ഉപഹാര സമർപ്പണവും ചെയർപേഴ്സൺ നൽകി. യൂസർ ഫീ ഇനത്തിൽ മികവ് പ്രകടിപ്പിച്ചതിനുള്ള കളക്ടേഴ്സ് ട്രോഫി നേടിയ കുന്നംകുളം നഗരസഭയ്ക്കും വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വിജയവർക്കുള്ള സമ്മാനദാനവും TK വാസു നിർവഹിച്ചു. ചടങ്ങിൽ ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കയ്യെഴുത്തു മാസികയുടെ പ്രകാശനം ചെയർപേഴ്സൺ നിർവഹിച്ചു. ദേശഭക്തി ഗാനാലാപനവും ഉണ്ടായി. ഗുരുവായൂർ നഗരസഭയുടെ റിപ്പബ്ലിക് ദിന റാലി വർണ്ണാഭമായി. ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന സത്യാഗ്രഹ സ്മാരക മൈതാനിയിൽ രാവിലെ നഗരസഭാ ചെയർമാൻ കൃഷ്ണദാസ് പതാക ഉയർത്തി. നഗരസഭാ പരിധിയിലെ സ്കൂളുകളിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികളുടെ പരേഡും ഉണ്ടായി. നഗരസഭാ ചെയർമാൻ സല്യൂട്ട് സ്വീകരിച്ചു. തുടർന്ന് റാലിയായി പടിഞ്ഞാറേ നടവഴി നഗരം ചുറ്റി ടൗൺഹാളിൽ സമാപിച്ചു. കുടുംബശ്രീ പ്രവർത്തകർ, അംഗൻവാടി ജീവനക്കാർ, ശുചീകരണ വിഭാഗ തൊഴിലാളികൾ തുടങ്ങിയവർ റാലിയിൽ അണിനിരന്നു. വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും ഉണ്ടായി. ടൗൺഹാളിൽ നടന്ന സമ്മേളനം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AM ഷഫീർ, A സായിനാഥൻ, പ്രതിപക്ഷ നേതാവ് KP ഉദയൻ തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും നഗരസഭ ഉപഹാരം നൽകി അനുമോദിച്ചു. വടുതല UP സ്കൂളിൽ സ്കൂൾ പ്രധാനാധ്യാപിക രേഖ ടീച്ചർ, PTA പ്രസിഡന്റ് TK മൊയ്തീൻ എന്നിവർ ചേർന്ന് പതാക ഉയർത്തി. തുടർന്ന് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം മുനീബ ടീച്ചർ വായിച്ചു. LP തലത്തിലെ വിദ്യാർത്ഥികളും UP വിദ്യാർത്ഥികളും അവതരിപ്പിച്ച ദേശഭക്തി ഗാനാലാപനവും ഉണ്ടായി. MPTA പ്രസിഡന്റ് സുധ, PTA അംഗങ്ങൾ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ധീരദേശാഭിമാനികളുടെ പ്രച്ഛന്ന വേഷാവതരണം, പ്രസംഗം, ക്വിസ് കോമ്പറ്റീഷൻ എന്നീ പരിപാടികളും ഉണ്ടായി. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി ആർത്താറ്റ് യൂണിറ്റ് റിപ്പബ്ലിക് ദിനത്തിനോടനുബന്ധിച്ച് കിടപ്പ് രോഗിക്ക് ബെഡ് നൽകി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് AP ബെന്നി, യൂണിറ്റ് കോർഡിനേറ്റർ CK സുരേഷ്, ഡേവിസ് അന്തിക്കാട്, KPGD നിയോജക മണ്ഡലം ചെയർമാൻ രാജേഷ് VM,
TM വിജയൻ എന്നിവർ നേതൃത്വം നൽകി. NSS കുന്നംകുളം കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി. കരയോഗം പ്രസിഡന്റ് NM കൃഷ്ണൻകുട്ടി പതാക ഉയർത്തി. M രാമചന്ദ്രൻ, P സുനീഷ് കുമാർ, K രാജേന്ദ്രൻ, ജയനാരായണൻ, പ്രീതി സതീഷ് കുമാർ, K നന്ദകുമാർ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം മുനിസിപ്പാലിറ്റി 6-ാം വാർഡ് 117 നമ്പർ അനശ്വര അംഗൻവാടിയിൽ അധ്യാപിക ജിജ കെ ജൂജി പതാക ഉയർത്തി. മുൻ കൗൺസിലർ ഷീബ സന്ദേശം നൽകി. കമ്മിറ്റി പ്രസിഡന്റ് ഷിബി പ്രിൻസൻ നന്ദി പറഞ്ഞു. കുട്ടികളും രക്ഷിതാക്കളും കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു. ഗുരുവായൂർ ദേവസ്വത്തിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. രാവിലെ ദേവസ്വം കാര്യാലയത്തിന് മുന്നിൽ ചെയർമാൻ ഡോക്ടർ VK വിജയൻ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് അദ്ദേഹം റിപ്പബ്ലിക് ദിന സന്ദേശവും നൽകി. ദേവസ്വം സുരക്ഷാ വിഭാഗത്തിലെ വിമുക്ത ഭടന്മാരുടെ പരേഡിൽ ചെയർമാൻ അഭിവാദ്യം സ്വീകരിച്ചു. ദേവസ്വം ഭരണസമിതി അംഗം ചെങ്ങറ സുരേന്ദ്രൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർമാരായ P മനോജ് കുമാർ, T രാധിക, M രാധ, ഹെൽത്ത് സൂപ്പർവൈസർ ഡോക്ടർ MN രാജീവ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ദേവസ്വം സെക്യൂരിറ്റി സൂപ്പർവൈസർ സുബ്രഹ്മണിയാണ് വിമുക്ത ഭടന്മാരുടെ പരേഡിനെ നയിച്ചത്. ദേവസ്വത്തിലെ വിവിധ സ്ഥാപനങ്ങളിലും റിപ്പബ്ലിക് ദിനാഘോഷ ഭാഗമായി ദേശീയ പതാക ഉയർത്തി. ഗുരുവായൂർ നഗരസഭയിൽ ചെയർമാൻ M കൃഷ്ണദാസ് ദേശീയ പതാക ഉയർത്തി. നഗരസഭ വായനശാല വളപ്പിലെ ഗാന്ധി പ്രതിമയിൽ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് പുഷ്പഹാരം അണിയിച്ചു. തുടർന്ന് കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും ജീവനക്കാരും ചേർന്ന് ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. മധുര വിതരണവുമുണ്ടായി. പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AM ഷഫീർ, A സായിനാഥൻ, ശൈലജ സുധൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചൂണ്ടൽ പഞ്ചായത്ത് ഓഫീസിൽ പ്രസിഡന്റ് രേഖ സുനിൽ ദേശീയ പതാക ഉയർത്തി. വൈസ് പ്രസിഡന്റ് PT ജോസ്, സെക്രട്ടറി KE ഉണ്ണി, സ്ഥിരം സമിതി അധ്യക്ഷൻ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പതാക ഉയർത്തലിന് ശേഷം ദേശീയ ഗാനാലാപനവും മധുര വിതരണവും നടന്നു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ പ്രസിഡന്റ് ആൻസി വില്യംസ് ദേശീയ പതാക ഉയർത്തി. സെക്രട്ടറി KM വിനീത്, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. ദേശീയ ഗാനാലാപനത്തിനു ശേഷം മധുര പലഹാര വിതരണവും നടന്നു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് ഓഫീസിൽ പ്രസിഡന്റ് മിനി ജയൻ ദേശീയ പതാക ഉയർത്തി. വൈസ് പ്രസിഡന്റ് NS ധനൻ, സ്ഥിരം സമിതി അധ്യക്ഷർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ദേശീയ ഗാനാലാപനവും മധുര വിതരണവും നടന്നു. യൂത്ത് കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. കേച്ചേരി പന്നിത്തടം റോഡിലെ ലീഡർ സ്ക്വയറിൽ വെച്ച് നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവായ AM ഖാദർ പതാക ഉയർത്തി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM ഹാരൂൺ അധ്യക്ഷനായി. DCC അംഗം MA സുബൈർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ, യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി മുബാറക് കേച്ചേരി, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ പ്രണവ് കല്ലാറ്റിൽ, മഹേഷ് മോഹനൻ, അഖിൽ അയമുക്ക്, സുധീർ മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. പെരുമ്പിലാവ് അൻസാർ സ്കൂളിൽ വിവിധ പരിപാടികളോടെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. രാവിലെ 9 മണിക്ക് അൻസാർ സ്കൂൾ CEO ഡോക്ടർ നജീബു മുഹമ്മദ് പതാക ഉയർത്തി. പ്രിൻസിപ്പൽ ഷിഹാബുദ്ദീൻ പൂലത്ത് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. വൈസ് പ്രിൻസിപ്പൽ ഷൈനി ഹംസ അധ്യക്ഷത വഹിച്ചു. PTSC ചീഫ് മെന്റർ സൈനബ്, അസിസ്റ്റന്റ് മെന്റർ അബ്ദുൾ ഖാദർ, ജൂനിയർ പ്രിൻസിപ്പൽമാർ, ഹെഡ് ടീച്ചേഴ്സ്, മറ്റധ്യാപകർ, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ, രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചാലിശ്ശേരി പഞ്ചായത്ത് 106-ാം നമ്പർ ആലിക്കര അംഗനവാടിയിൽ നടന്ന ചടങ്ങിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി ദേശീയ പതാക ഉയർത്തി. ALMS അംഗങ്ങളായ അബ്ദുൾ റഹീം, സുഷി, ജമീല, ജോസ് എന്നിവർ സംസാരിച്ചു. പ്രദേശത്തെ നവയുഗ ക്ലബിന്റെ നേതൃത്വത്തിൽ മധുര പലഹാര വിതരണവും നടന്നു. അധ്യാപിക ഷീജ ഷൈജൻ, വർക്കർ ജെസ്സി, മറ്റു കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. അൻസാർ സ്കൂളിൽ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച മാർച്ച് പാസ്റ്റും സംഘനൃത്തവും റിപ്പബ്ലിക് ദിനാഘോഷത്തെ വേറിട്ടതാക്കി. രാവിലെ 9-ന് വിവിധ പരിപാടികളോടെ ആരംഭിച്ച പരിപാടിയുടെ ഉദ്ഘാടനം എഡ്യൂക്കേഷൻ CEO ഡോക്ടർ നജീബ് മുഹമ്മദ് പതാക ഉയർത്തിക്കൊണ്ട് നിർവഹിച്ചു. പ്രിൻസിപ്പാൾ ഷിഹാബുദ്ദീൻ പൂരത്ത് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഷൈനി ഹംസ, PTSC ചീഫ് മെന്റർ സൈനബ്, അസിസ്റ്റന്റ് മെന്റർ അബ്ദുൾ ഖാദർ, ജൂനിയർ പ്രിൻസിപ്പൽമാർ, ഹെഡ് ടീച്ചർ, അധ്യാപകർ, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ, അനധ്യാപകർ, നിരവധി രക്ഷിതാക്കളും ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. മധുര വിതരണം നടത്തി. റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളിൽ കലാപരിപാടികൾ അവതരിപ്പിച്ച വിദ്യാർത്ഥികളെയും നേതൃത്വം നൽകിയ അധ്യാപകരെയും പ്രിൻസിപ്പാൾ ഷിഹാബുദ്ദീൻ പൂലത്ത് അനുമോദിച്ചു. കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി. ഓഫീസിൽ വെച്ച് നടന്ന പരിപാടിയിൽ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കുഞ്ഞിമുഹമ്മദ് വീട്ടിപ്പറമ്പിൽ പതാക ഉയർത്തി. തുടർന്ന് കോൺഫറൻസ് ഹാളിൽ നടന്ന സംഗമത്തിൽ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ ആറ്റുപുറം സ്വാഗതം പറഞ്ഞു. ചെയർമാൻ കുഞ്ഞിമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ ഷെരീഫ് പാണ്ടോത്തയിൽ, രക്ഷാധികാരി മുസ്തഫ പരൂർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. അബൂബക്കർ പാറയിൽ, ജോയിന്റ് സെക്രട്ടറി ഫസിൽ അലി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ട്രഷറർ അഷ്റഫ് നന്ദി പറഞ്ഞു. ആറ്റുപുറം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രസിഡന്റ് അബ്ദുള്ള കാഞ്ഞിരപ്പള്ളി പതാക ഉയർത്തി. തുടർന്ന് നടന്ന യോഗത്തിൽ രക്ഷാധികാരി CM സലീം സ്വാഗതം പറഞ്ഞു. അബ്ദുള്ള കാഞ്ഞിരപ്പള്ളി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷെരീഫ് പാണ്ടോത്തയിൽ, ജോയ്, സുനിൽ, അശോകൻ എന്നിവർ സംസാരിച്ചു.
വടക്കേക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി.കെ. ഫസലുൽ അലി ദേശീയ പതാക ഉയർത്തി. വടക്കേക്കാട് മണ്ഡലം പ്രസിഡന്റ് അജയ്കുമാർ വൈലേരി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെക്കുമുറിയിൽ കുഞ്ഞു മുഹമ്മദ്, മണ്ഡലം ഉപാധ്യക്ഷൻ ഹസൻ തെക്കേപ്പാട്ടയിൽ, അഷ്റഫ് തറയിൽ, വാർഡ് മെമ്പർ എസ്.കെ. ഖാലിദ് പനങ്ങാവിൽ, അലിമോൻ, അബു പറയങ്ങാട്, ഷക്കീർ, അഷ്റഫ് പടിപ്പുര, ആർ.എം. ബക്കർ, ബാബു തലക്കോട്ടൂർ, അൻവർ, അജ്മൽ തുടങ്ങിയവർ സംസാരിച്ചു. അണ്ടത്തോട് സ്കിൽ ഗ്രൂപ്പ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ക്ലബ് പരിസരത്ത് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മന്നലാങ്കുന്ന് മുഹമ്മദ് ഉണ്ണി ദേശീയ പതാക ഉയർത്തി. ക്ലബ് പ്രസിഡന്റ് സുഹൈൽ അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. ക്ലബ് രക്ഷാധികാരി അബ്ദു സമദ്, റഷീദ് മൗലവി, ക്ലബ് സെക്രട്ടറി ഫിറോസ് തുടങ്ങിയവർ സംസാരിച്ചു. മുജീബ് കുന്നമ്പത്ത്, കബീർ തെങ്ങിൽ, കോയ ഹാജിയാരകത്ത്, ഷിഹാബ് കൊപ്പര, അനീഷ്, മെഹറൂഫ്, റാഫി മാളിയേക്കൽ, ആഷിഫ്, എച്ച്.കെ. സുഹൈൽ, ഹരിദാസ്, സാദത്ത്, ഫാസിൽ, മിഷാൽ, റാഫി, ഷഹിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. മന്നലാകുന്ന ഡ്രാഗൺ കരാട്ടെ ക്ലബിന്റെ നേതൃത്വത്തിൽ ഡോജോ പരിസരത്ത് നടന്ന പരിപാടിയിൽ ചീഫ് ഇൻസ്ട്രക്ടർ ഷിഹാൻ മുഹമ്മദ് സാലിഹ് ദേശീയ പതാക ഉയർത്തി. തുടർന്ന് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി സംസാരിച്ചു. സെൻസായി കെ.സി.എം. ബാദുഷ, സെൻസായി ഹുസൈൻ എടയൂർ എന്നിവർ ആശംസകൾ നേർന്നു. ക്ലബിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിൽ ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. വടക്കേക്കാട് എസ്.എച്ച്.ഒ. അമൃതരംഗൻ പതാക ഉയർത്തി സന്ദേശം നൽകി. ഭരണഘടന വായിക്കുക എന്നതാണ് ഇന്നിന്റെ ഏറ്റവും വലിയ ആവശ്യം. അത് അർത്ഥം അറിഞ്ഞു വായിച്ച ഏതൊരാൾക്കും രാജ്യത്ത് വിഭാഗീയത ഉണ്ടാക്കാൻ കഴിയില്ലെന്നും സാഹോദര്യം നിലനിർത്തി രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി ഐക്യത്തോടെ രാജ്യം നന്മ ഉയർത്തിപ്പിടിക്കാൻ കഴിയുമെന്നും റിപ്പബ്ലിക് സന്ദേശത്തിൽ എസ്.എച്ച്.ഒ. അമൃതരംഗൻ പറഞ്ഞു. തുടർന്ന് പോലീസ് പരേഡുമുണ്ടായി. CPO സതീഷ് ആശംസകൾ നേർന്നു. പ്രിൻസിപ്പാൾ SI ആനന്ദ്, അഡീഷണൽ SI സാബു തുടങ്ങിയവരും പങ്കെടുത്തു. മിഠായി വിതരണവുമുണ്ടായി. കാസ്കോ കലാവേദി ആറ്റുപുറത്തിന്റെ നേതൃത്വത്തിൽ ആറ്റുപുറം സെന്ററിൽ പതാക ഉയർത്തി. കാസ്കോ മുൻ പ്രസിഡന്റ് മുസ്തഫ പതാക ഉയർത്തി. രക്ഷാധികാരി അബ്ദുള്ള റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. തുടർന്ന് മധുര വിതരണവും ഉണ്ടായി. വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂളിൽ വാർഡ് മെമ്പർ പ്രീതി ബാബു പതാക ഉയർത്തി. PTA പ്രസിഡന്റ് സുനിൽ, അധ്യാപകർ ML മരീന, പ്രിയ K എന്നിവർ സംസാരിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വേഷത്തോടെ കുട്ടികൾ റാലിയിൽ പങ്കെടുത്തു. പ്രധാന അധ്യാപകൻ TA ഫ്രാൻസിസ് നന്ദി പറഞ്ഞു. മധുര വിതരണവും ഉണ്ടായി. പുന്നയൂർ എടയൂർ 48-ാം നമ്പർ അംഗനവാടിയിൽ പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് 20-ാം വാർഡ് മെമ്പർ C. അഷ്റഫ് പതാക ഉയർത്തി. പ്രധാനാധ്യാപിക സിന്ധു, അങ്കമണി, മോണിറ്ററി കമ്മിറ്റി അംഗങ്ങളായ TK ഉസ്മാൻ, ഹുസൈൻ എടയൂർ, ഫിറോസ്, അക്ബർ, സുരാജ്, റമീസ്, ബിലു തുടങ്ങിയ അംഗനവാടി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു. പുന്നയൂർ മന്നലാങ്കുന്ന് എടയൂർ സമീക്ഷ കലാ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി. പ്രസിഡന്റ് ഹുസൈൻ എടയൂർ പതാക ഉയർത്തി. സമിതി രക്ഷാധികാരി TK ഉസ്മാൻ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. മെമ്പർമാരായ അക്ബർ, ശിവാനന്ദൻ, റിസ്വാൻ എന്നിവർ ആശംസകൾ നേർന്നു. നൌഷാദ്, റിഷാദ്, അർഷാഖ്, ബാലവേദി മെമ്പർമാരായ കാജ റിനു, അബി, അജ്മൽ, മുഹമ്മദ് ഇർഫാൻ, മുഹമ്മദ് നഹാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചമന്നൂർ മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മഹല്ല് പ്രസിഡന്റ് അറക്കൽ അബ്ദുൽ ഗഫൂർ പതാക ഉയർത്തി. മഹല്ല് ഖത്തീബ് അലി ദാരിമി മുഖ്യപ്രഭാഷണം നടത്തി. മദ്രസ പ്രധാനാധ്യാപകൻ ഇസ്മായിൽ സുഹരി ആശംസ അറിയിച്ചു. മഹല്ല് മെമ്പർമാരായ P. റസാഖ്, K. ജമാൽ, K. കുഞ്ഞു മുഹമ്മദ്, സെയ്ദ് മുഹമ്മദ്, മറ്റു ഉസ്താദുമാർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. തൊഴിയൂർ CMUP സ്കൂളിൽ റിപ്പബ്ലിക് ദിനം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. രാവിലെ സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഹെഡ് മിസ്ട്രസ് ടെനി K. സ്റ്റീഫൻ പതാക ഉയർത്തി. സഭ അൽമായ ട്രസ്റ്റ് ബിനോയ് P. മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് KV നിർമ്മലൻ അധ്യക്ഷനായിരുന്നു. സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് സുരേഷ്, അഷ്കർ, എഡ്വി എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്കായി ക്വിസ്, പ്രസംഗം, ദേശഭക്തിഗാനം തുടങ്ങിയ മത്സരങ്ങളുമുണ്ടായി. രക്ഷിതാക്കൾക്ക് വേണ്ടി നടത്തിയ പരിപാടികളും ആകർഷകമായി. ചമ്മണ്ണൂർ 30-ാം നമ്പർ അംഗൻവാടിയിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി. ആഘോഷങ്ങളുടെ ഭാഗമായി വാർഡ് മെമ്പർ ദേവകി ശ്രീധരൻ പതാക ഉയർത്തി. അംഗൻവാടി ടീച്ചർ റിൻസി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. രക്ഷിതാക്കളും കുട്ടികളും പരിപാടിയിൽ പങ്കെടുത്തു. ചിറമനേങ്ങാട് കനിവ് എൻ്റെ വീട് അന്തേവാസികളുടെ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി. കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് ചെയർപേഴ്സൺ S. ജമീല പതാക ഉയർത്തിയതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. കനിവ് മാനേജർ ബാപ്പുനു V. മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സാമൂഹിക പ്രവർത്തകയും അക്കിക്കാവ് സാന്ത്വനം പാലിയേറ്റീവ് നഴ്സുമായ സ്മിത മുരളി മുഖ്യാതിഥിയായി. കനിവ് മെസ് ഇൻചാർജ് MH ഖദീജ, കനിവ് അന്തേവാസികളായ സരോജിനി, ശകുന്തള എന്നിവർ പങ്കെടുത്തു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുണ്ടത്തിക്കോട് യൂണിറ്റ് റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് MK മുഹമ്മദ് കുട്ടി ഹാജി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് രാജു മാരാത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി VS ഗോവിന്ദസ്വാമി സ്വാഗതവും CL പിയൂസ് നന്ദിയും പറഞ്ഞു. TT ബേബി, PH ഹാരിസ്, ക്രിസ്റ്റീന ടീച്ചർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വിവിധ കലാപരിപാടികൾ അരങ്ങേറി. മേരി ജോസഫ്, TV ഡെയ്സി, വിജയ രാമദാസൻ, KB ദമയന്തി, KK കാളിദാസൻ, K ശ്യാമളകുമാരി എന്നിവർ പങ്കെടുത്തു. ജനുവരി 29 തിങ്കളാഴ്ചയാണ് യൂണിറ്റ് വാർഷിക സമ്മേളനം.
പന്നിത്തടം INTUC ജനറൽ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ യൂണിയൻ പ്രസിഡന്റ് ഷറഫു പന്നിത്തടം ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ഭാരവാഹികളായ MP സിജോ, സലാം വലിയകത്ത്, VK മോഹനൻ എന്നിവർ സംസാരിച്ചു. സത്യൻ, റെന്നി, തോമസ്, രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. റോയൽ ഡെന്റൽ കോളേജിൽ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നടന്ന പരിപാടി കോളേജ് ഡയറക്ടറും ചെയർമാനുമായ കല്ലായിൽ സയ്യിദ് ഹാജി, KATF സംസ്ഥാന പ്രസിഡന്റ് റിട്ടയർ അധ്യാപകനും കോളേജ് ഡയറക്ടറും കൂടിയായ ഇബ്രാഹിം മോത്തൂർ, കോളേജ് സെക്രട്ടറി സാബിർ PM, ഡയറക്ടർ സിറാജ്, അധ്യാപകർ, സ്റ്റാഫ്സ്, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ കോളേജ് ഡയറക്ടറും ചെയർമാൻ കൂടിയായ കല്ലായിൽ സയ്യിദ് ഹാജി പതാക ഉയർത്തി. മധുര വിതരണവും ഉണ്ടായി. തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിലും ടെക്നിക്കൽ കമ്മിറ്റിയും സംയുക്തമായി കൊടുങ്ങല്ലൂരിൽ സംഘടിപ്പിച്ച തൃശൂർ ജില്ലാ ജൂനിയർ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ GVHSS പഴഞ്ഞി കബഡി അക്കാദമിക്ക് സ്വർണ്ണ തിളക്കം. പയ്യന്നൂരിൽ നടക്കുന്ന സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കുവാൻ അക്കാദമിയിലെ 5 കുട്ടികൾക്ക് സെലക്ഷൻ ലഭിച്ചു. സ്കൂൾ വിദ്യാർത്ഥികളിൽ ശാസ്ത്രാവബോധം പ്രോത്സാഹിപ്പിക്കാനും വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ് 8ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി ഓൺലൈൻ ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. സയൻസ്, ഗണിതം, കമ്പ്യൂട്ടർ സയൻസ് എന്നിവയുള്ള വിദ്യാർത്ഥികളുടെ ജിജ്ഞാസ ഉണർത്താൻ സംഘടിപ്പിക്കുന്ന ക്വിസിൽ വിജയികളായി ആദ്യം 3 സ്ഥാനങ്ങളിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് 5000, 3000, 2000 എന്നിങ്ങനെ സമ്മാന തുക ലഭിക്കും. ജനുവരി 30 ചൊവ്വാഴ്ച രാത്രി ഓൺലൈൻ വഴിയാണ് ക്വിസ് മത്സരം നടത്തുക. ക്വിസിൽ ഉന്നത വിജയം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാഷ് പ്രൈസുകളും പ്രശസ്തി പത്രവും ഫെബ്രുവരി 10 ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു സമ്മാനിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കൊരട്ടിക്കര മജ്ലിസ് സുന്നൂർ ഫുർഖാനയിൽ സജ്ജമാക്കിയ വാദി തരീമിൽ 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച സമസ്തയുടെ ജില്ലാ സമ്മേളനം പാണക്കാട് സയ്യിദ് മുൻ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സത്താർ ധാരിമി പതാക ഉയർത്തി. ഇബ്രാഹിം ഫൈസി അധ്യക്ഷനായി. സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ ബഷീർ ഫൈസി ദേശമംഗലം വിഷയാവതരണം നിർവഹിച്ചു. CR റഷീദ് നാട്ടിക, ബഷീർ ഫൈസി ആനക്കര, ഡോക്ടർ നാട്ടിക മുഹമ്മദ് അലി, ഡോക്ടർ ജലീൽ കൊരട്ടിക്കര, ഇബ്രാഹിം ഫൈസി മേലാറ്റൂർ, അബ്ദുൽ കരീം ഫൈസി, ഇല്യാസ് ഫൈസി തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി കുട്ടഞ്ചേരി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയത്തിന്റെ ഭാഗമായി കുട്ടഞ്ചേരി ഫ്രണ്ട്സ് ഭരണിച്ചിറ കലാസന്ധ്യ സ്റ്റേജ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. കമ്മിറ്റി പ്രസിഡന്റ് TG കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റി ട്രഷറർ KV സിജു അധ്യക്ഷത വഹിച്ചു. OV ഷനോജ്, സെക്രട്ടറി OG വിശ്വനാഥൻ, OG രാജൻ എന്നിവർ നേതൃത്വം നൽകി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5755 രൂപ, സ്വർണം പവന് 46,040 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 77 രൂപ. ചർമ്മം കേച്ചേരി മണലി തലക്കോട്ടുകര തേറമടം ചാക്കുണ്ണി മകൻ ബേബി നിര്യാതനായി. 76 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് തലക്കോട്ടുകര സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ആൻഡോ, ജൂലി എന്നിവർ മക്കളാണ്. ചൊവ്വന്നൂർ പരേതനായ കൊട്ടാരപ്പാട്ട് കുഞ്ഞികൃഷ്ണൻ മകൾ മൂകാമി നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. വടക്കേ പുന്നൂർ വിരിപ്പാക്കയിൽ സത്യൻ നിര്യാതനായി. സംസ്കാരം നടത്തി. ചന്ദ്രികയാണ് ഭാര്യ, ശ്യാം മകനാണ്. ചാട്ടുകുളം ചിറ്റഞ്ഞൂർ പരേതനായ ജനാർദ്ദനൻ നമ്പ്യാർ ഭാര്യ കമലം ടീച്ചർ നിര്യാതയായി. 97 വയസ്സായിരുന്നു. തൊഴിയൂർ സെന്റ് ജോർജ് ഹൈസ്കൂൾ റിട്ടയർഡ് അധ്യാപികയാണ് പരേത. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് തൃശൂർ പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. രഘുനാഥ്, രമേശ്, രാജേശ്വരി എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. രാജ്യം 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ പ്രഭയിൽ രാജ്യതലസ്ഥാനത്തും സംസ്ഥാന തലസ്ഥാനങ്ങളിലും ദേശീയ പതാകകൾ ഉയർത്തി. വിവിധയിടങ്ങളിൽ പരേഡുകളും നടന്നു. സർക്കാർ സ്ഥാപനങ്ങളിലും കൂട്ടായ്മകളുടെ നേതൃത്വത്തിലും നടന്ന ദിനാഘോഷം പ്രൗഢം. വേലൂരിൽ അടച്ചിട്ടിരുന്ന വീട് കുത്തി തുറന്ന് 22 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിലെ പ്രതിയെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് മുംബൈയിൽ താമസിക്കുന്ന വേലൂർ സ്വദേശി പണിക്ക വീട്ടിൽ നാരായണൻ. പെരുമ്പിലാവിൽ അപകടങ്ങൾ, 2 മരണം. റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ജീപ്പ് ഇടിച്ച് അരിമ്പൂർ സ്വദേശി കാട്ടിപ്പറമ്പിൽ വീട്ടിൽ 72 വയസ്സുള്ള മുകുന്ദനും, കൊരട്ടിക്കരയിൽ സ്കൂട്ടർ ഡിവൈഡറിലിടിച്ച് തൃപ്പങ്കോട് സ്വദേശി വിശ്വനാഥനുമാണ് മരിച്ചത്. പുനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷം ഭക്തി നിർഭരം. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബാസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ബുധൻ, വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായിട്ടാണ് ആഘോഷിക്കുന്നത്.
സമൂഹത്തിലെ അസമത്വങ്ങൾക്കും ചൂഷണങ്ങൾക്കുമെതിരെ ശക്തമായി പ്രതികരിക്കുന്നവരായി പുതുതലമുറ മാറണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായി പുന്നൂർ പഞ്ചായത്തിൽ നടത്തി വന്നിരുന്ന തീരദേശ മേഖലാ ക്യാമ്പ് സമാപിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ പിന്തുടരാം. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctvonline.tv. ആർത്താറ്റെ പൂവത്തിങ്കൽ പരേതനായ ജോർജ് മകൻ ജോസ്വിന്റെ 1ാം ചരമദിനം ആചരിക്കുന്നു. പരേതന്റെ പാവന സ്മരണകൾക്ക് മുന്നിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.